മനോഹര ഉനക്കൊന്നും പറഞ്ഞു കൊടുത്തില്ലേ? അതെ, ഞാൻ ഇവിടെ വന്നിട്ട് കാര്യം പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചു. എന്താ മനോഹരേട്ടാ? പട്ടാളം ചേട്ടൻ 5 ചോദ്യം ചോദിക്കും. അതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാ നമ്മൾ മൊത്തം കുടിശ്ശിക തരും. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. കോമ്പറ്റീഷനോ? ഏതാണ്ട് അതൊക്കെ തന്നെ. നിങ്ങൾക്കറിയാമോ, ഈ അമ്പിളി കേബിൾ കണക്ഷൻ തുടങ്ങുന്ന സമയത്ത് എന്റെ വീട്ടിൽ ഡെയിലി കയറി ഇറങ്ങുമായിരുന്നു. ചേട്ടാ ഒരു കണക്ഷൻ എടുക്കുക, ചേട്ടാ ഒരു കണക്ഷൻ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നെ അമ്പിളി വേണ്ട, ഇത് ആവശ്യമില്ല എനിക്ക്. പക്ഷെ അവന് ഒരേ ഒരു നിർബന്ധം, കേബിൾ കണക്ഷൻ ചേട്ടൻ എടുത്തേ പറ്റൂന്ന്. പക്ഷേ ഞാനും അമ്പിളിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് വെച്ച് മാസം മാസം അവൻ കാശിനായിട്ട് വരുമ്പോൾ ഞാനൊരു 5 ചോദ്യം ചോദിക്കും. അതിന് കൃത്യമായിട്ട് ഉത്തരം നൽകി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ക്യാഷുമായിട്ട് അവന് പോവാം. ഞാൻ എന്റെ അഗ്രിമെന്റ് തെറ്റിച്ചിട്ടില്ല, ഇനി നിങ്ങളായിട്ട് തെറ്റിക്കാതിരുന്നാ മതി. മനസ്സിലായോ? അതെ, പട്ടാളം പറഞ്ഞ കറക്റ്റാണ്. ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞ അപ്പം കുടിശ്ശിക എല്ലാം മേടിച്ച് പോവാ. മനോര, ഈ ചെറിയ കാര്യം കൊണ്ടാണോ നീ അമ്പിളി ഇത്രയും കാലം ഇവിടുന്ന് പൈസ പിരിക്കാതിരുന്നേ? നമുക്ക് മനസ്സിലായില്ലേ കാര്യോ? നമ്മുടെ പട്ടാളയ്ക്ക് 5 ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ? യെസ്. ആ 5 എണ്ണത്തിന് നമ്മുടെ എല്ലാ മാസവും ഇവിടെ വന്ന് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് കൃത്യമായിട്ട് വരിസംഖ്യ കിട്ടും. വെരി കറക്റ്റ്. പട്ടാളം ചേട്ടാ, ഉത്തരം പറയാൻ ഷാഹിന മുതലാളി റെഡിയാണ്. ചോദ്യം ചോദിക്കാൻ പട്ടാളം ചേട്ടൻ റെഡിയാണോ? ഞാൻ റെഡി. പിന്നെന്താ പ്രശ്നം? തുടങ്ങി. അപ്പോൾ ചോദ്യം നമ്പർ 1, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഇത്ര സിമ്പിൾ ചോദ്യമാണ് ചോദിക്കുന്നത്. റെസീറ്റ് കുറിക്കാം. അതെ, സിമ്പിൾ ചോദ്യങ്ങൾ തന്നെയാണ്. ജനറൽ നോളജ്, GK. മോണ്ടോ ആയിരിക്കുന്ന ആരാ? ഇന്ത്യൻ പട്ടാളം. ഇന്ത്യക്കാരനെ ചോദിക്കൂലൂ. സിമ്പിളാ. സാറേ ചോദിച്ചോ. എന്നാലും പരവല കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കുറച്ച് കൂട്ടിക്കോ, സ്ട്രോങ് ആയിക്കോ. അതെ, കൂട്ടലും കുറയ്ക്കലൊക്കെ ഞാൻ ചെയ്തോളാം. ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. ഞാൻ ഉത്തരം പറഞ്ഞാൽ മതിയോ? ഹോട്ട് സീറ്റിലിരിക്കുന്നത് ഷാഹിനയല്ലേ? ഷാഹിന തന്നെ ഉത്തരം പറയണം. പറമോളെ. പറയൂ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ലൈഫ് ലൈൻ ഉപയോഗിക്കാവോ? എന്തിന്? ആരോടെങ്കിലും ചോദിക്കാവോന്ന്? ഇവിടെ ഒരു ലൈനും നടക്കൂല, ഒരാളോടും ചോദിക്കാനും പറ്റില്ല. നിങ്ങൾ തന്നെ ഉത്തരം പറയണം. അണ്ടർസ്റ്റാൻഡ്? പറയൂ. ജൽദി. എനിക്ക് അറിഞ്ഞൂടാ. പാസ്. അറിഞ്ഞൂടെ? പാസോ? ഓ, നിങ്ങൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഒരു നിസ്സാര ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം തരാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വയ്യ. എനിക്ക് ഉത്തരം അറിയായിരുന്നു, പക്ഷെ പെട്ടെന്ന് ചോദിച്ചപ്പോ മറന്നുപോയി. മറന്നുപോയോ? ഇത്ര ചെറുപ്രായത്തിൽ നിങ്ങൾക്ക് മറവി രോഗം ബാധിച്ചോ? ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയുടെ പേരറിയില്ല. നിങ്ങളുടെ ബാപ്പയുടെ പേരെന്താ? മജീദ്. അത് നല്ല ഓർമ്മയുണ്ട്. രാഷ്ട്രപതിയുടെ പേരറിയില്ല. ചത്തൂടെ? അയ്യോ, എന്ത് കാര്യമുണ്ട്? അതെ മനോഹര, എന്താ മനോഹര? മനോഹര അറിയാമോ? മനോഹരം പറഞ്ഞു കൊടുത്തേ. പറയൂ. അതറിയെങ്കിൽ ഞാൻ പണ്ടേ പൈസ മേടിച്ച് പോകുമായിരുന്നില്ലേ പട്ടാളം? തലക്ക് വെളിവുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഞാനുണ്ട്. ഞാൻ പറയാം. പറ. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു അല്ല. പിന്നെ ജവഹർലാൽ നെഹ്റു ആരാ? ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. പ്രധാനമന്ത്രി. അതല്ലേ ചോദിച്ചേ? അച്ഛൻ ചോദിച്ചതല്ല. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണെന്നാണ്. അതെ, അതാരാ? പറഞ്ഞു കൊടുക്കട്ടെ. പറഞ്ഞു കൊടുവാനെ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ശരിയല്ലേ അച്ഛാ? കൈയടിക്കട പുതുസ്. ഒരു നിസാര ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം പറയാതെ ഇരിക്കണ 3 കൂടി, എന്നിട്ട് പിരിപ്പിക്കാൻ ഇറങ്ങിയേക്കണം. അടുത്ത ചോദ്യം ചോദിക്കച്ചാ. പിന്നല്ലാതെ. അതെ പട്ടാളക്ക, ഷാഹിന നല്ല ബുദ്ധിയൊക്കെ ഉള്ള കൊച്ചന്നെയാണ്. അത് തെളിയിച്ചോണ്ടിരിക്കുകയാണല്ലോ. അതെ, എന്നാലും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. സിമ്പിൾ ആവല്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 2, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? സിമ്പിൾ. പറഞ്ഞു ഷാഹിന. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പറയൂ. സാറേ, എനിക്ക് അറിഞ്ഞൂടാ. ഇത് അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞാൽ മതിയോ? മതി. ആരെങ്കിലും ഒരാൾ പറ. തിരുവനന്തപുരം. അയ്യോ സോറി, ട്രിവാൻഡ്രം. ഇവര് നമ്മളെ ചിരിപ്പിച്ച് കൊല്ലോല അച്ഛാ. അച്ഛന്റെ തോക്കെടുത്തു പറ. അത് വേണോ അച്ഛാ? വേണ്ടി വരും.
ഈ 3 എണ്ണത്തിനെയും വെടിവെച്ച് കൊന്നില്ലെങ്കിലില്ല ശരിയാവില്ല. അതെ സാറേ, ആ. ഞങ്ങള് പൊക്കോളാം. എവിടെ പോവാൻ നടക്കൂല. ഉത്തരം പറയാതെ ഒരടി ഇവിടുന്ന് പോവാൻ പറ്റില്ല. ഉത്തരം പറയാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ എന്ത് ചോദിച്ചാലും അറിഞ്ഞൂടാ. മനോഹര ഒന്നും അറിയില്ല സാർ. മനോഹരൻ ഉത്തരം പറഞ്ഞു കൊടുത്തേ. പട്ടാളം ചേട്ടാ, പറ. എന്റെ ഒരു പരിജ്ഞാനം വെച്ച് ആ. അത് ഇന്ത്യ ആവാൻ സാധ്യതയുണ്ട്. കറക്റ്റാ? കണ്ട ഇന്ത്യ? ആ മോനെ എത്രയും പെടുത്താ തോക്കെടുത്തുണ്ടോ? ഇവരൊക്കെ വെടിവെച്ച് കൊല്ലല്ല വേണ്ടത്, അതിന്റെ പാത്തിക്കടിച്ച് കൊല്ലണം. അതാണ് വേണ്ടത്. അച്ഛാ ഞാൻ പറയട്ടെ, പറഞ്ഞു കൊടുക്കുവാൻ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ. കറക്റ്റല്ലേ അച്ഛാ? എടാ ബുദ്ധൂസുകളെ കൈയടിക്കടാ. എന്നാ പിന്നെ അടുത്ത ചോദ്യം ചോദിക്കച്ചാ. ഓ യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ വേണ്ട മോനെ, ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ ഈ 3 എണ്ണവും ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങളും ചോദിച്ച് നമ്മുടെ സമയം വേസ്റ്റ് ആക്കണത്? അല്ല സാറേ, അങ്ങനെ പറയല്ലേ. 3 കൊല്ലത്തെ പൈസ കിട്ടാനുള്ളേ. അത് ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി കഴിഞ്ഞാൽ ഞാൻ കാശ് നിങ്ങൾക്ക് ആ കൈയോടെ തന്നെ തന്നേക്കാന്നല്ലേ പറഞ്ഞേക്കണേ. അതാണ് ഞാനും അമ്പിളിയും തമ്മിലുള്ള എഗ്രിമെന്റ്. അല്ല എന്നാലും. ഒരു എന്നാലും ഇല്ല. നിങ്ങളൊരു പണിയോ, എനിക്ക് ചോദ്യങ്ങളുടെ ഉത്തരം തരൂ. ആ അത് പറയാൻ എനിക്ക് അറിഞ്ഞൂടെങ്കിൽ പൊയ്ക്കോളൂ. അല്ല അപ്പൊ പൈസയുടെ കാര്യമല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവണല്ലേ? തലയെ കയറണില്ലേ? പിന്നെയും ഇവിടെ വന്നിട്ട് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരോടൊക്കെ വേണം. തോക്കെടുത്തി പോകുന്നതും വെട്ടിവെച്ച് ഞാൻ കൊല്ലുന്നു. ഒക്കെ അവിടുന്ന് കണ്ണുമെടുത്തോണ്ട് പോരുത്. 3 എണ്ണം കൂടി ഇറങ്ങിയേക്കാണ്. തലവേദന മനോഹരേട്ടാ, എന്റെ വായിരിക്കുന്നൊന്നും കേൾക്കരുത് കേട്ടോ. എന്താ ഇരിക്കുന്നത് ഷൈന? എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? 2 പേർക്കും ഒന്നും അറിയില്ലല്ലോ എന്താ പറ്റിയെന്ന്. മനോഹരേട്ടാ, ഒരു വാക്ക് പറയണ്ടേ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാ പോകുന്നത്, അവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന്. എന്നാ ഞാൻ പഠിച്ചിട്ട് പോകത്തില്ല, കൃത്യമായിട്ട് ഉത്തരം പറയില്ലേ? പഠിച്ചിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ അമ്പിളി മുതലാളി എന്തെല്ലാം തയ്യാറെടുപ്പ് നടത്തി. ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് പുസ്തകം മേടിക്കും, ഇരുന്ന് പഠിക്കും രാത്രി മുഴുവൻ. എന്നിട്ട് തയ്യാറെടുപ്പോടെ പോകും. ദാ കൂട്ടോക്ക്, പട്ടാളം ഫസ്റ്റ് ചോദ്യം ചോദിക്കും, മിണ്ടാണ്ട് ഇറങ്ങിപ്പോവും മുതലാളി. പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷ മുതലാളിക്ക് പോയി. ഷാഹിന മുതലാളി അന്തസ്സുള്ളതാ. പട്ടാളം 2 ചോദ്യം ചോദിച്ചപ്പം ഉത്തരം അറിയില്ല എന്നങ്ങ് പറഞ്ഞല്ലോ. എന്റെ അമ്പിളി മുതലാളിയുടെ ചോദ്യം ചോദിക്കും, ഫസ്റ്റ് ചോദ്യത്തിന് ഒന്നും മിണ്ടാണ്ട് ഇറങ്ങിപ്പോവും. അല്ല മനോര, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അയാളെ കാണുമ്പോൾ പ്രശ്നം തോന്നില്ലെങ്കിലും സംസാരിച്ചാൽ മനസ്സിലാവല്ലോ എന്തോ ഒരു പ്രശ്നമുള്ള മനുഷ്യനാണെന്ന് ഇല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങളവിടെ കണക്ഷൻ കൊടുത്തത്? മാമ, അയാൾക്ക് എന്ത് പ്രശ്നമുള്ളത്? എല്ലാം ഒപ്പിച്ചു വെച്ചത് ഈ നിൽക്കുന്ന മനോഹരൻ അമ്പിളിക്കാൻ കൂടെ അല്ലേ? അങ്ങനെ പറയരുത്, അത് മാത്രം പറയരുത്. അത് നമ്മുടെ ബിസിനസ്സിൽ ടെക്നോളജി ഉപയോഗിക്കും ചില കണക്ഷൻ കിട്ടാൻ വേണ്ടിട്ട്. പക്ഷെ തെറ്റിപ്പോയി, പാവം. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടാ ഇങ്ങനെ സംഭവിക്കുന്നു. സത്യം. മനോഹരേട്ടാ, മിണ്ടിപ്പോരുത്. 1, 2 അല്ല, 3 കൊല്ലത്തെ പൈസ കിട്ടാനുള്ളത്. അല്ല മനോര, ഈ 3 വർഷത്തെ പൈസ കിട്ടാണ്ട് പറഞ്ഞല്ലോ, അത് ടോട്ടൽ എത്ര രൂപ ഉണ്ടാവും? അത് വച്ചാലേ മുതലാളി ആ കണക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. അത് 1 മാസം 350 രൂപ വെച്ച്. അപ്പം 3 വർഷം എന്ന് പറയുമ്പോ 350 അങ്ങനെ 3 മാസം. 350 പ്ലസ് 350 350 350 5 0 700 700 350 പ്ലസ് 0 0 5 5 10 എന്റെ മുതലാളിക്ക് ജനറൽ നോളജ് മാത്രമല്ല കണക്കും അറിയില്ല. ഞാൻ കഴിച്ച ബിരിയാണിയും പരിപ്പട നെയ്യപ്പത്തിന്റെ കണക്ക് കൃത്യമായിട്ട് പറയും. ഈ കണക്ക് പറയാൻ പറ്റുന്നില്ല അല്ലേ? അത് പിന്നെ 3 കൊല്ലത്തെ കണക്കൊക്കെ ഒരുമിച്ച് ചോദിച്ചാൽ ആർക്കായാലും പറയാനൊന്നും പറ്റുന്നില്ല. ഇതേ ആ ബുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് കൂട്ടിയെടുക്കാൻ പറ്റും. എന്തായാലേ കണക്ക് കൂട്ടുമ്പം ഏകദേശം ഒരു 10,000 രൂപയെങ്കിലും കിട്ടാനുണ്ടാവും. അതങ്ങനെ വെറുതെ കളയാനൊന്നും പറ്റത്തില്ല, വാങ്ങിച്ചെടുക്കണം. അതെങ്ങനെ ഇപ്പൊ വാങ്ങിച്ചെടുക്കും? ഞാനൊരു ഐഡിയ പറയാം. മനോഹരേട്ടാ, ദയവ് ചെയ്തിന് മനോഹരേട്ടന്റെ ഐഡിയ ഒന്നും പറയണ്ട. ഞാൻ ആലോചിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. മനോഹരേട്ടനെ ഒരു കാര്യം ചെയ്, ബാക്കി പിരിക്കാനുള്ള പൈസ എല്ലാം പോയി പിരിക്ക്. എന്താ നിക്കണ ചെല്ല്.
ഷൈന, നമ്മളിവിടെ ഇരുന്ന് വെയിൽ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. വാ വീട്ടിൽ പോവാ. ഞാൻ വരുവാ. ബാക്കി ടെൻഷനേ അവിടെ പോയി അടിക്കാം. വാന്ന്. എൻ്റെ അച്ഛാ, ഇന്നത്തെ കാര്യം ഒന്നും പറയണ്ട. വല്ലാത്തൊരു ദിവസമായിപ്പോയി. ഞാനേ കേബിളിന്റെ പൈസ പിരിക്കാൻ പോയൊരു വീട്ടിലൊരു സംഭവം ഉണ്ടായി. അച്ഛാ, അച്ഛാ, അച്ഛനോടാ ഞാനീ പറയുന്നേ. അച്ഛാ, എന്നെന്താ നോക്കാത്തെ? അച്ഛ അമ്മയോട് വഴക്കുണ്ടാക്കിയോ? ഞാൻ അമ്മയോടൊന്നും വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെന്താ ഇത്ര ഗൗരവത്തിലിരിക്കുന്നേ? ഞാൻ ഒരു കാര്യം ആലോചിച്ചിട്ടിരിക്കാം. നീ പോ. പുതിയ നാടകത്തിന്റെ കാര്യം വല്ലാണോ ഒലാമേട്ടാ? എടാ ചൊല്ലി ഞാൻ പോവാന്. എനിക്ക് പറയാൻ ജോലി ഉണ്ടെന്ന്. ലേ, രാവിലെ ഞാൻ പോകുമ്പോ ഇങ്ങനൊന്നും അറിഞ്ഞില്ല. അച്ഛാ, എന്നോട് വഴക്കിട്ടിരിക്കാണോ? എനിക്ക് അതിനോട് വഴക്കൊന്നുമില്ല. ഞാൻ ഇന്നലെ വഴക്കിടുന്നു. അച്ഛാ, അച്ഛാ, വേണ്ട നീ പോകണേ. രാവിലെ ഞാൻ അങ്ങനൊക്കെ പറഞ്ഞോണ്ടാണോ? അച്ഛാ, എന്താ? ഞാൻ ചായ കൊണ്ട് തന്നപ്പോഴേ നിനക്ക് എങ്ങനെയോട് പറയാൻ കൊള്ളാം? അത് അച്ഛാ, അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ പറഞ്ഞു പോയത്. ഞാൻ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ പറ്റിയതാ. എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടായി പോയെന്നറിയാം. സോറി അച്ഛാ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അച്ഛോ, സോറി പറഞ്ഞില്ലേ? ഇങ്ങനെ ദേഷ്യം കാണിച്ചിരിക്കല്ലോ എന്നോട്. എനിക്ക് ദേഷ്യമില്ല, നീ പറ എന്താ? അച്ഛന് ദേഷ്യമില്ലെങ്കിൽ മുഖം ഇങ്ങനൊന്നും അല്ല. എനിക്ക് പറയാ, എനിക്ക് പിണക്ക് വേണമെന്ന് പറഞ്ഞില്ലേ എന്നോട്? ഉറപ്പായിട്ടും എടി, എന്ത് കാര്യം ഉണ്ടെങ്കിലും നിന്നോടല്ലേ ഞാൻ കൂട്ടു നിൽക്കുന്നത്. എന്നോട് നിനക്ക് ഇങ്ങനെ പറയാൻ കൊള്ളാവോ? സോറി അച്ഛാ, ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല. ഇനി അങ്ങനെ ഞാൻ ചെയ്യൂല. അച്ഛാ, ഞാനേ ഇന്ന് കേബിളിന്റെ പൈസ പിരിക്കാൻ പോയ വീട്ടിലൊരു സംഭവം ഉണ്ടായി. ഈ അമ്പിളിക്ക് അവിടുത്തെ ഉടമസ്ഥനുമായിട്ട് ഒരു കരാറുണ്ടാക്കി വെച്ചേക്ക. കരാറ്? ആ. എന്ത് കരാറ്? അതായത് അയാൾ ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കും. ആ 5 ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാലേ പൈസ നമുക്ക് തരുള്ളൂ. അതെന്ത് കരാറാ? എനിക്കറിയാൻ പാടില്ല. 3 കൊല്ലത്തെ പൈസ കിട്ടാനുള്ളേ. 3 വർഷോ? ആന്ന്. ആടെ പോയിട്ട് അമ്പിളിയും തോറ്റു, ഷായനെയും തോറ്റു, മോളും തോറ്റോ? എന്തിനേറെ പറയുന്നതാ, ഈ ഞാൻ വരെ തോറ്റു. അതെ അച്ഛാ, അച്ഛൻ എന്റെ കൂടെ വരുവോ? അച്ഛനാകുമ്പോ അത്യാവശ്യം അറിവൊക്കെ ഉള്ള ആളല്ലേ. അപ്പൊ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ പറ്റല്ലോ. ഞാൻ വന്നാ ശരിയാവത്തില്ല മോളെ. ഞാനെന്തിനാ വരുന്നത്? അല്ല പിന്നെ ഞാനെങ്ങനെയാ പൈസ മേടിക്കാ? അയാൾ എന്ത് തരം ചോദ്യങ്ങളാ ചോദിക്കുന്നത്? അത് ജനറൽ നോളജ്. ജനറൽ നോളജ്? അതിന് നമ്മുടെ കുമാരിയെ വിളിച്ചോണ്ട് പോയ പോരെ. അവള് BSc ക്കാരില്ലയോ? അവക്കറിയാത്ത ജനറൽ നോളജോടി. അത് ശരിയാണല്ലോ. അല്ലച്ചാ, കുമാരിച്ചൊക്കെ വരുവോ? വിളിക്കേണ്ട രീതി വിളിച്ചാ അവള് നിന്നോടൊപ്പം വന്നിരിക്കും. ആണല്ലേ? എന്താ? അപ്പൊ കുമാരിച്ചോടൊന്ന് ചോദിച്ചാക്കാം. ചോദിച്ചു നോക്ക്. വരുമോളെ, നീ വിളിച്ചാ വരും. ചേച്ചിയോട് ചോദിക്കാം. നോക്കി നോക്കി ചൂട്. ഇവിടെ ഒരു വലിയ തുണി ഉണ്ടായിരുന്നല്ലോ പുണ്യേട്ടാ, അതവിടെ കാണില്ലല്ലോ. ഒരു സാധനം കാണില്ല ഈ വീട്ടില്. അതേ, നന്നായിട്ട് ചൂടാറ്റണം കേട്ടോ. അറിയാം പുണ്യേട്ടാ, ഞാൻ ആറ്റിയിട്ടല്ലേ കൊടുക്കുള്ളൂ. അതല്ല, ഈ കുട്ടികളുടെ നാവേ പൂവിന്റെ ഇതില് പോലെയാണ്. ഭയങ്കര സോഫ്റ്റാ. അപ്പൊ അവർക്ക് പൊള്ളാൻ പാടില്ല. അതാ. പിന്നെ അത് പറഞ്ഞോണ്ടിരിക്കണ എന്തിനാ? ഞാൻ അവന്റെ അമ്മയല്ലേ, എനിക്കറിയാം. ഞാൻ അച്ഛനല്ലേ, അതുകൊണ്ട് എനിക്ക് പറഞ്ഞൂടെ? പറഞ്ഞോ, പറമ്പിലൊരു പണിയില്ലേ?
ഇന്ന് നീ കുട്ടിക്ക് പാല് കൊടുത്തിട്ടേ പണിക്കൊക്കെ പോണുള്ളൂ. ആ നന്നായി. എന്ത്? അവിടെ പോയി എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അതിന് പൊക്കും. ഞാൻ പോവില്ല. എനിക്ക് അവയെ പാല് കൊടുക്കാൻ. ഞാനും വരും, നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. എന്തിനാ? സുസ്കാന്ത പോരാടാ. ആ അതെ കുമാരി, ഈ പാല് പെട്ടെന്ന് തണുക്കാനേ ഒരു വഴിയുണ്ട്. എന്തേ? ഒരു വലിയ പാത്രത്തില് വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി. എനിക്കറിയാം. നീ എന്താ ചെയ്യാത്തെ? ഞാൻ ചെയ്തോളാം പുടിയടാ. ആ ജമാലെ, നീ എവിടെയായിരുന്നു? നീ കൃഷി പഠിക്കാനല്ല എന്റെ അടുത്ത് ഇവിടെ വന്നത്. നിനക്ക് അതല്ലാത്ത എല്ലാ പണിയും നീ ഇവിടെ എടുക്കണ്ട്. ഇങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ പറഞ്ഞു വിടൂട്ടോ. എന്റെ അപ്പുണ്ണി, ഷാഹിനിക്ക് ഒരു ആവശ്യം വരുമ്പോ ഞാൻ കൂടെ പോണ്ടേ? എവിടെയാ പോയേ? കേബിളിന്റെ പൈസ പിരിക്കേ. അല്ല, നിങ്ങൾ രണ്ടാളും കൂടെ ഇവിടെ എന്താ പരിപാടി? ഞാൻ ദേ പാല് തിളപ്പിച്ചിട്ടൊന്ന് തണുപ്പിക്കായിരുന്നു. നീ ആ പുണ്യേട്ട സമ്മതിക്കില്ല. ഞാനേ പാൽ എങ്ങനെ എത്ര പെട്ടെന്ന് തണുക്കെന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. എനിക്കറിയില്ലല്ലോ. അല്ല, ചേച്ചിയാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നേ. എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ ചെയ്യൂലേ. അതെന്തിനാ ഇതൊക്കെ എനിക്ക് ചെയ്യാത്ത കാര്യമില്ലല്ലോ. അങ്ങനെയല്ല, ഞാൻ ചെയ്തു തരാം ഇതൊക്കെ. ചേച്ചി മാറി. വേണ്ട വേണ്ട, നീ ചെയ്യണ്ട, ഞാൻ ചെയ്തോ. എന്റെ ചേച്ചിയുടെ കൈ എങ്ങാണ് ആ ചൂട് തട്ടി പൊള്ളിയാലോ? കുഞ്ഞിനെ എടുക്കാനുള്ളതല്ലേ. അതല്ല, ചേച്ചിക്ക് അടുക്കള കയറി എങ്ങനെ ശീലമില്ലല്ലോ. ഞാൻ ചെയ്യാന്നേ. ആണോ? ആ, നീ ചെയ്യണ്ട. അങ്ങനെ പറയല്ലേ, ഞാൻ ചെയ്യാം. എന്റെ ചേച്ചിക്ക് വേണ്ടിയല്ലേ. അവിടെ നിന്നാ നീ ഇങ്ങോട്ട് നോക്ക്. എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ. എന്ത് കാര്യം സാധിക്കാൻ? ചേച്ചിക്ക് അത് ചെയ്തു തരുന്ന ഒരു അനിത്യയുടെ കടമയല്ലേ. അയ്യോ, ഒരു കടമ നോക്കണ ആള്. സത്യം പറയടി, എന്താ കാര്യം? പറഞ്ഞോടുക്ക്. എന്തോ ഒരു പ്ലാനിങ് ഉണ്ട് പുണ്യേട്ടാ. അതാണ് ജമാലിനെ കുട്ടി വന്നിരിക്കണേ. ചേച്ചി, അത് വേറൊന്നുമില്ല. നമ്മള് കേബിളിന്റെ പൈസ പിരിക്കുന്ന ഒരു വീടുണ്ട് ഇവിടെ അടുത്ത്. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് കൊറേ പൈസ കിട്ടാനുണ്ട്. അപ്പൊ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നീ പോയി ചോദിക്കാൻ ആള് തരും. അല്ല, അങ്ങനെ ചോദിച്ചാ കിട്ടൂല. അതായത് അവിടുത്തെ ഗ്രഹനാഥൻ ഒരു 5 ചോദ്യം നമ്മളോട് ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞാലേ അയാള് പൈസ നമുക്ക് തരുള്ളൂ. ചോദ്യം ചോദിക്കേ? ആ, അതെന്തിനാത്? അതെന്തിനാണെന്ന് എനിക്കറിയില്ല. അത് അമ്പിളിക്കായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു കരാറാ. ബെസ്റ്റ്. എന്ത് ചോദ്യം ചോദിക്കണേ? അതിപ്പോ ജനറൽ നോളജ് ഒക്കെ. അത്രയല്ലേ ഉള്ളൂ. അത് നീ പോയിട്ട് ഉത്തരം പറഞ്ഞാ പോരെ? അല്ല, അങ്ങനെയല്ല. ചേച്ചി ആവുമ്പോ PSC ഒക്കെ പഠിച്ചല്ലേ. അപ്പൊ ചേച്ചിക്ക് എന്നെ സഹായിക്കാൻ പറ്റല്ലോ. അതാ കാര്യം. എനിക്കോ? ആ, ചേച്ചി ഒന്ന് എന്റെ കൂടെ അവിടെ വരെ വരുമോ? ഞാൻ അങ്ങോട്ട് വരാനോ? ആ, നീ ഒരു കാര്യം ചെയ്യ. എന്തൊക്കെ ചോദ്യം എന്ന് ചോദിക്കാം. ഞാൻ നിനക്ക് ഉത്തരം പറഞ്ഞു തന്നു വിടാം. നീ എന്നിട്ട് അവിടെ പോയി പറഞ്ഞാൽ മതി. അങ്ങനെ പറ്റില്ല. നമ്മൾ അവിടെ ചെന്ന് അയാള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവിടെ നിന്ന് ഉത്തരം പറഞ്ഞാലേ അയാള് പൈസ തരുള്ളൂ. അതെ, ഇവിടെ വാവനെ ഇട്ടേച്ചിട്ടൊന്നും കുമാരിക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല കേട്ടോ. നീ പോയാ മതി. അപ്പുണ്ണിയുടെ വാവനെ ഞാൻ നോക്കിക്കോളാം. അല്ല, അത് ശരിയാവില്ല. ചേച്ചി ഒന്നും ചേച്ചി. എനിക്ക് ഇവിടുന്ന് മാറി നിക്കാൻ പറ്റില്ല. ചേച്ചി ഒന്ന് സഹായിക്കാം. ഇവിടുന്ന് കൊറേ പൈസ കിട്ടാനുണ്ട്, അതുകൊണ്ടാ. കൊറേ പൈസ കിട്ടാണ്ടെന്ന് പറഞ്ഞാ എനിക്ക് എങ്ങനെ മാവിട്ട് പോവാൻ പറ്റല്ലേ? അപ്പൊ നിനക്കതിലേക്ക് ജമാല് പറഞ്ഞാ പോലെ ഉത്തരം. ഞാനൊന്ന് ഉത്തരം പറയാൻ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ചോദ്യങ്ങളാ ചേച്ചി. ചേച്ചി ഒന്ന് വന്നാലേ പരിപാടി സെറ്റ് ആവും. അന്ന് ശരിയാവില്ല. ഇവിടുന്ന് മാറാൻ പറ്റില്ല എനിക്ക്. എന്നാ പിന്നെ വെറുതെ വരണ്ട. ഒരു ചോദ്യത്തിന് 250 രൂപ വെച്ച് തരാം. എങ്ങനെ? അതായത് ഉത്തരം ശരിയാക്കിയാല് ഒരു ചോദ്യത്തിന് ഞാൻ 250 രൂപ വെച്ച് ചേച്ചിക്ക് തരുന്നു. അങ്ങനെ എത്ര ചോദ്യം ഉണ്ട്? അങ്ങനെ 5 ചോദ്യം ഉണ്ട്. 5 ചോദ്യം. 250. 1250 രൂപ. അതെ, അതൊന്നും വേണ്ടട്ടോ. അങ്ങനെ ചോദ്യം ചോദിച്ചു ഉത്തരം പറഞ്ഞ് കാശ് ഇട്ടിട്ട് ഇവിടെ പിണ്ണാക്ക് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പുണ്യേട്ടാ, പൈസയാണോ? ഇവക്കൊരു ആവശ്യം വരുമ്പോ നമ്മളല്ലേ സഹായിക്കണ്ടേ? ഞാൻ സഹായിക്കാടി. അപ്പൊ വാവനാരും വാവെ കുറച്ചു നേരം അപ്പുണ്ണിയെ നോക്കാലോ. അപ്പൊ അങ്ങനെയായോ? പിന്നെന്താ? അപ്പൊ ചേച്ചി എന്റെ കൂടെ വരുമോ? പിന്നെ ഞാൻ വരും. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. ഇപ്പൊ പറ്റില്ല. ടച്ച് വിട്ടിരിക്കല്ലേ. എനിക്ക് പുസ്തകമൊക്കെ ഒന്ന് റെഫർ ചെയ്യണം. എന്റെ ചേച്ചി, IAS പരീക്ഷ തയ്യാറെടുപ്പ് നടത്തണ്ടെന്ന് 5 ചോദ്യമേ ഉള്ളൂ. 5 ചോദ്യമായാലും എത്ര ചോദ്യമായാലും എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോവാൻ. വെറുതെ അല്ലെങ്കിൽ ഉത്തരം തെറ്റി പോയാൽ പൈസ പോവില്ല. പൈസയുടെ അല്ല, ഇവള് നാണം കേട്ടില്ലേ? അതാ. അപ്പണേട്ടാ, ഈ പാല് നാറ്റി ഭാവിക്ക് കൊടുക്കണേ. ഞാനാ? ഞാൻ പോയിട്ടേ ആ പുസ്തകമൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് റെഫർ ചെയ്യട്ടെ. അഭിനേട്ടാ, അഭിനേട്ടൻ എന്താ പറഞ്ഞേ? പിണ്ണാക്ക്. ഉത്തരം പറഞ്ഞിട്ടുള്ള പൈസ കൊണ്ട് പിണ്ണാക്ക് മേടിക്കണ്ടാവും. എന്നാലേ കുമാരിയേച്ചി ആ പൈസ കൊണ്ട് പിണ്ണാക്ക് മേടിക്കും കേട്ടാ. നീയേ ഈ പാലൊന്ന് തണുപ്പിച്ചിട്ട് വാവക്ക് കൊടുത്തേ. അതെ, അച്ഛൻ തന്നെ അങ്ങ് ചെയ്താ മതി.
ഓ അപ്പൊ വന്നപ്പോ എന്തായിരുന്നു ആവേശം? അത് കുമാരി സോപ്പിടാൻ വേണ്ടി പറഞ്ഞല്ലേ. എന്നാ ഞാൻ പോട്ടെ, ബൈ. ചെല്ല്. പൊക്കോ. ആ പുണ്യെടുത്ത പാല് ഈനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ടാ, കൂടെ ചെല്ല്. ഞാൻ വേണേ ഒരു താരാട്ടുപാട്ടിന്റെ സപ്പോർട്ട് തരാം. വേണ്ട, വേണ്ടേ? എന്റെ കുട്ടീനെ നോക്കാൻ എനിക്കറിയാം. ദുഷ്കാന്തേ, അച്ഛൻ പാല് കൊണ്ട് വരുന്നുണ്ട്. നിങ്ങളോട് എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിച്ചത്? ആദ്യം ചോദിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാം. എന്നിട്ട് ഞാനൊന്നും പറയാൻ പോയില്ല. എന്നെ നോക്കണ്ട, എനിക്കൊന്നും അറിഞ്ഞൂടാ. ചേച്ചി ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചതല്ലേ, ഒക്കെ മറന്നുപോയി. അങ്ങനെയൊന്നും ആയാൻ പറ്റില്ല കേട്ടോ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ആ പുണ്യെണ്ണ അറിയോ? അല്ല, എനിക്കറിയേണ്ട കാര്യമില്ല, ഞാൻ നേരത്തെ പഠിച്ചില്ലല്ലോ. പിന്നെ പിന്നെ എന്താ മോളെ ചോദിച്ചത്? പിന്നെ